ആക്രമണത്തിൽ 2 കാലുകളും നഷ്ടമായിട്ടും പോരാട്ടം നിർത്താതെ തുടരുന്ന ലിസ ചലാൻ്റെ കൂടെ അന്ന് ഈ വേദിയിൽ തല ഉയർത്തി നിന്നത് പോരാട്ടത്തിൻ്റെ പ്രതീകമായ മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട നടി ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ഈ വേദിയിൽ അന്ന് അവരുണ്ടായിരുന്നു. എന്നും എപ്പോഴും അവൾക്കൊപ്പമാണ് IFFK എന്ന് ഊന്നിപ്പറയുന്ന ഉറച്ച നിലപാടിൻ്റെ പ്രതീകമായിരുന്നു അന്നത്തെ ആ സാന്നിധ്യം. ഈ നിശാഗന്ധിയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് ഡെലിഗേറ്റുകൾ എഴുന്നേറ്റ് നിന്ന് കുറേ നേരം കരഘോഷം മുഴക്കി. അവർ പ്രഖ്യാപിച്ചു, അവൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. പെൺപോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രചോദനകരമായ മാതൃകയായാണ് മലയാളത്തിൻ്റെ പ്രിയ നടിയെ IFFK കാണുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് ശക്തമായ അടിവരയിടുകയായിരുന്നു അന്ന് ആ വേദി. ഇന്ന് വീണ്ടും ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു, അവരുടെ അസാന്നിധ്യത്തിൽ അവൾക്കൊപ്പമാണ് കേരള ഗവൺമെൻറ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Kerala's solidarity with Palestine is taking a new turn in this festival with a package of Palestine film. Abdullah Abu Shawaiz was coming for witnessing this festival. Our solidarity to the fighting people of Palestine. ഇവിടെ ചേർന്ന് നമുക്കിടയിലുള്ള ശ്രീമതി അദ്ദേഹത്തിന്റെ സദ്ധാർമ്മി ശ്രീമതി അനസ് IAS ഓർഗനാണ്. ഏറെ ആദരവോടെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഫെസ്റ്റിവലിന്റെ ഡെയിലി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമാണ്. 50 വർഷത്തെ ചലച്ചിത്ര ജീവിതം പൂർത്തിയാക്കുന്നു. 1975 തണലിൽ നിന്ന് ചലച്ചിത്രത്തിലൂടെ സംസ്ഥാന പുരസ്കാരം നേടിക്കൊണ്ട് മലയാള സിനിമയിൽ അതിന്റെ സാന്നിധ്യം അറിയിച്ചു. ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ കൂടിയായ ശ്രീ രാജനാഥിനെ ആദരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറെ ആദരവോടെ ശ്രീ രാജനാഥിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഇഞ്ച് പോലും താഴോട്ട് പോകാതെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ IFFKയുടെ വിജയത്തിനായി ഒന്നിച്ചു കൂടിയ എല്ലാവരെയും പ്രിയപ്പെട്ട ഡെലിഗേറ്റുകളെ, മാധ്യമ ചലച്ചിത്ര അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിന്റെയും ഈ മേള കമ്മിറ്റി എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മേളക്കൊപ്പം നടന്ന ഒരുപാട് മനുഷ്യരുടെ മുഖങ്ങളുടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്ന അഭിവാദം. കൊൽക്കത്ത ചലച്ചിത്രമേള 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയെങ്കിലും ആ മേള പൊതുജന പങ്കാളിത്തത്തോടെ നടത്താൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടായിട്ടുള്ളൂ. മാത്രമല്ല, ഇന്ത്യൻ സിനിമ രംഗത്ത് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രമോഷനും നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നതും അഭിമാനകരമായ നേട്ടമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഫിയാഫിൻ്റെ അംഗീകാരമുള്ള ലോകത്തെ 27 രാജ്യങ്ങളിലെ 42 ചലച്ചിത്രമേളകളിലൊന്നാണ് IFFK. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയാണിത്. കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തന നിരതവും ഊർജ്ജസ്വലവുമാക്കുന്നതിന് പിന്നിലെ സുപ്രധാന ചാലകശക്തിയായി വർത്തിക്കുന്നതിന് IFFK കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ IFFK സർഗാത്മകമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. വർഷാവർഷം ചലച്ചിത്രമേള എന്ന മഹാസംഗമ സ്ഥാനത്തിൽ ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല, സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ഉൾപ്പെടെ
കലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒത്തുചേരുന്ന ഒരു മഹാസംഗമമാണിത്. ഉയർന്ന കലാബോധവും ഉന്നതമായ ആസ്വാദനശേഷിയുമുള്ളവരുടെ കൂട്ടായ്മയാണ് ഏകാധിപത്യ വർഗീയ ഫാഷിസ്റ്റ് പ്രവണതകളെ ചെറുക്കാനും അതുവഴി വിശാല മാനവികതയുടെ സന്ദേശം പരത്താനും ഉതകുന്ന ഒരു സാംസ്കാരിക പ്രതിരോധ പരിപാടി കൂടിയാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. സിനിമയെ സമരായുധമാക്കി സമൂഹത്തിലെ അനീതികൾക്കെതിരെ പൊരുതുന്ന നിർഭയരായ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടി 26ാമത് IFFKയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഏർപ്പെടുത്തിയത് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു. അതിന് ഈ ഗവൺമെൻറ്റിന് അഭിമാനിക്കാൻ കഴിയും. IFFK ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ തുടർച്ചയാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. തുർക്കിയിൽ IS തീവ്രവാദികൾ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 2 കാലുകളും നഷ്ടപ്പെട്ട ഖർദീഷ് സംവിധായിക ലിസ ചലാനായിരുന്നു ആദ്യ പുരസ്കാരം. ആദ്യ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിക്കുന്ന വേദിയും IFFKയുടെ അതിൻ്റെ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ആക്രമണത്തിൽ 2 കാലുകളും നഷ്ടമായിട്ടും പോരാട്ടം നിർത്താതെ തുടരുന്ന ലിസ ചലാൻ്റെ കൂടെ അന്ന് ഈ വേദിയിൽ തല ഉയർത്തി നിന്നത് പോരാട്ടത്തിൻ്റെ പ്രതീകമായ മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട നടി ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ സമയത്ത് ഈ വേദിയിൽ അന്ന് അവരുണ്ടായിരുന്നു. എന്നും എപ്പോഴും അവൾക്കൊപ്പമാണ് IFFK എന്ന് ഊന്നിപ്പറയുന്ന ഉറച്ച നിലപാടിൻ്റെ പ്രതീകമായിരുന്നു അന്നത്തെ ആ സാന്നിധ്യം. ഈ നിശാഗന്ധിയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് ഡെലിഗേറ്റുകൾ എഴുന്നേറ്റ് നിന്ന് കുറേ നേരം കരഘോഷം മുഴക്കി. അവർ പ്രഖ്യാപിച്ചു, അവൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. പെൺപോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രചോദനകരമായ മാതൃകയാണ് മലയാളത്തിൻ്റെ പ്രിയ നടിയെ IFFK കാണുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് ശക്തമായ അടിവരയിടുകയായിരുന്നു അന്ന് ആ വേദി. ഇന്ന് വീണ്ടും ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു, അവരുടെ അസാന്നിധ്യത്തിൽ അവൾക്കൊപ്പമാണ് കേരള ഗവൺമെന്റ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ 30 എഡിഷൻ ഏക ചലച്ചിത്ര മേളയാണ് IFFK അഭിമാനപൂർവ്വം. ഇന്ത്യൻ സിനിമാ രംഗത്ത് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രമോഷൻ നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളത്തിന് മാറ്റാൻ കഴിയുന്ന അഭിമാനകരമായ നേട്ടമായി കാണേണ്ടത്. 42 ചലച്ചിത്ര മേളകളാണ് പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മേള. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തന നേതൃത്വവും ഉത്സവവും നടത്തുന്നതിന് പിന്നിലെ സുപ്രധാന ചാലകശക്തിയായി സർദാരമായ നിരവധി ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. വർഷാവർഷം ചലച്ചിത്രമേള എന്ന മഹാ സ്ഥാനത്ത് ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല ഉന്നതമായ ആസ്വാദന ശേഷികളുടെ കൂട്ടായ്മ ഏകാധിപത്യ വർഗീയ ഫാഷിസ്റ്റ് പ്രവർത്തകരെ സമരായുധമാക്കി സമൂഹത്തിലെ അനീതികൾക്കെതിരെ നിർഭയരായ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കുന്നതിന് വേണ്ടി 26ാമത് IFFK രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. തുർക്കിയിൽ IS തീവ്രവാദികൾ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 2 കാലുകളും നഷ്ടപ്പെട്ട ഖർദീഷ് സംവിധായിക ലിസ ചലാനായിരുന്നു ആദ്യ പുരസ്കാരം. ആ കാലുകൾ നഷ്ടമായിട്ടും പോരാട്ടം നടത്താതെ തുടരുന്ന ലിസ ചലാന്റെ കൂടെ അന്ന് ഈ വേദിയിൽ തല ഉയർത്തി നിന്നത് പോരാട്ടത്തിന്റെ പ്രതീകമായ മലയാളത്തിന്റെ ഒരു പ്രിയപ്പെട്ട നടി ഉണ്ടായിരുന്നു എന്നത് ഒറ്റയെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഊന്നിപ്പറയുന്ന ഉറച്ച നിലപാട് പ്രതീകമായിരുന്നു അന്നത്തെ ആ സാന്നിധ്യം. ഈ വിശാലത്തിൽ ആയിരക്കണക്കിന് ഡെലിഗേറ്റുകൾ എഴുന്നേറ്റ് കുറേ നേരം കരഘോഷം മുഴക്കി. അവര് പ്രഖ്യാപിച്ചു, അവൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. പെൺപോരാട്ടങ്ങൾക്ക് കേരളത്തിലെ എന്ന യാഥാർത്ഥ്യത്തിന് ശക്തമായ അടിവരയിലായിരുന്നു. ഇന്ന് വീണ്ടും വിജയമായിട്ട്
അവകാശപ്പെടുന്ന ചലച്ചിത്രകാരി മദ്രാസ് മുഖമതി കെനിയയിലെ ആവാസ 30ാമത് ലൈംഗിക സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി വൈറ്റ് മാർഷലിന് ഈ വേണ്ടി സിനിമ അവാർഡുകളുടെ സിനിമയിൽ ശ്രീകാര്യത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് പ്രേരണമാക്കുന്ന നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 29ാമത് ചലച്ചിത്രമാണ് തന്നെ ലോക സിനിമയിലെ ശക്തമായ ആദ്യ മലയാള സിനിമയിലെ ആട്ടിയോടിക്കപ്പെട്ട അതേ പേരിൽ സിനിമ കാണുന്നു. അയ്യപ്പയുടെ ലോകനായ രംഗാശിയെ അനാവരണം ചെയ്തു ഈ വേള നടത്തിയ സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ വേളയിൽ അച്യുത അവാർഡ് നേതാവായ ഇന്ത്യൻ സംവിധായക കവാടിയാണ് സിനിമ അവാർഡ് നൽകിയത്. ലോകത്തെ വെള്ളായ ഫ്രഞ്ച് ഇന്ത്യൻ സിനിമ അഭിമാനമായ ഷഹബാന സിംഗ് 7 വെള്ള സംവിധായക ചിത്രങ്ങൾ നടത്തിയ എന്ന പാക്കേജിൽ 306 സിനിമകൾ ഈ മേഖലയിൽ പ്രദർശിക്കും. കഴിഞ്ഞ വർഷം 177 സിനിമകളാണ് പ്രദർശിക്കുന്നത്. മുൻ വർഷത്തേക്കാൾ 29 സിനിമകൾ ഈ മേഖല അധികമായി കൊടുത്തിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ ഒരു തിയേറ്റർ പ്രദർശനമായി അധികമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തവണ 16 തിയേറ്ററുകളായിട്ടാണ് 8 ദിവസത്തെ മേള നടത്തുന്നത്. It's not a fiction. I'm not a memory alone. It is a reflection of reality. My people, my father, my grandfather was endured because they told us, my grandfather used to tell us stories about that the lady was invasion in our homeland in 1936. But unfortunately, again, we did not have the platform to tell our story. The face of oppression and hope in the face of unimaginable suffering. The genius, style, and brilliance of the film Palestine 36 lay not on the present in presenting a story from the past, but in and His Excellency Mr. Abdullah Ibn Musafiq, Ambassador of Palestine to India. A moment of solidarity on this stage of the commemoration of 30th anniversary